പേരൻസിന്റെ ഫേവറേറ്റ് ആരാണ്? ഞങ്ങളുടെ രണ്ടുപേരെ ഇഷ്ടമാണ്. അവസാനം വേണ്ടത്ര പരിചയം അതെ, അവസാനം അവർ ആ സത്യം മനസ്സിലാക്കി ഞങ്ങളെ അടിച്ചു ചിരിയൊക്കെ ഭയങ്കര ഫേമസ് ആട്ടോ. അതെ, വേണ്ടാട്ടോ. ഓക്കെ, അങ്ങനെയാണ് ഏറ്റവും കൂടുതൽ ട്രാവൽ ചെയ്യുന്നവരാണ്. ചേച്ചി വർക്കിന് വേണ്ടി ഞാനല്ലാതെ. ഓ അങ്ങനെ. ചേച്ചി മൊത്തത്തിൽ ഒരു വർക്കഹോളിക് ആണെന്ന് തോന്നുന്നു. വർക്കഹോളിക്. പൊതുവെ ഈ പ്രോഗ്രാമിനായിട്ട് അല്ലാതെ ചില്ലിങ് ട്രിപ്പുകൾ അഭിരാമിക്ക് മാത്രമേ ഉള്ളൂ. ഇപ്പൊ കൊറേ കാലമായിട്ട് ചില്ലിങ് ഒന്നും ഇല്ല. അതിനുവേണ്ടി എന്ത് ചെയ്യാനാ? നിങ്ങള് അതിന്റെ അർത്ഥം എന്താണ്? നിങ്ങൾ ഭയങ്കര തണുപ്പൻ മറ്റുള്ള ഉത്തരങ്ങളാണ് തരുന്നതെന്നാണ് അതിന്റെ അർത്ഥം. മനസ്സിലായോ? കുറച്ചുകൂടെ സ്പൈസി ആയിട്ടുള്ള ഹോട്ട് ആയിട്ടുള്ള ആൻസേഴ്സ് തരൂ. ഓക്കെ, അങ്ങനെയാണ്. ഏറ്റവും കൂടുതൽ ഫ്രണ്ട്സ് ഉള്ള ആർക്കാണ്? നിങ്ങൾ രണ്ടുപേർക്കും കോമൺ ഫ്രണ്ട്സ് ആണ് പറയരുത്. എന്തെങ്കിലും ഒക്കെ കുറച്ച് അവരുടെ എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ഫാക്ട് ആണ് കേട്ടോ. എന്നാലും എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി സോഷ്യൽ ഞാനായിരിക്കും അല്ലേ? കുറച്ചും കൂടെ അതിൽ എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടെങ്കിൽ അബി എനിക്ക് ഇങ്ങനെ ഒരാൾ വേണം, ഒരു ഇന്റീരിയർ ഡിസൈനറിനോ ഡിസൈനിങ്ങിന് ഒരാൾ വേണം, എഡിറ്റിങ്ങിന് ഒരാൾ വേണം എന്നൊക്കെ പറയുകയാണെങ്കിൽ ചേച്ചി എന്റെ ഫ്രണ്ട് ഇയാള് എനിക്ക് കുറച്ചുകൂടി സോഷ്യൽ ഞാനാണ്. പക്ഷെ ഫ്രണ്ട്സ് നമുക്ക് കോമൺ ഫ്രണ്ട്സ് നല്ല ഫ്രണ്ട്സ് ഉള്ളൂ. അതല്ലേ, ബാക്കിയൊക്കെ കൊള്ളൂല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ അടുപ്പമുള്ള ഒരു സെലിബ്രിറ്റി ഫ്രണ്ട് ആരാണ്? എന്ത് എപ്പോഴും വിളിക്കുന്ന രണ്ടുപേർക്ക് കോമൺ ആയിട്ട് അടുപ്പമുള്ള? ഓടി വരുമോന്ന് എനിക്ക് ഇച്ചിരി സംശയം ഉണ്ടെങ്കിൽ ഓടി വന്നില്ലെങ്കിൽ നടന്നു വരുന്നു. ലോട്ട് ഓഫ് പീപ്പിൾ. എനിക്ക് സ്വാതി, ഒരുപാട് സ്വാതി റെഡി. ഓടിയല്ല, നമ്മള് വരും അങ്ങോട്ടും ഇങ്ങോട്ടും. അതുപോലെ അങ്ങനെ കുറെ പേരുണ്ട്. വിജയേട്ടൻ, വിജയബാബു, കുറെ പേരുണ്ട്. ആണ്. ഓക്കെ, നിങ്ങളുടെ ആരാണ് ഫാഷനിസ്റ്റ? ശരിയാ, മൊത്തത്തിൽ കാണുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യാറുണ്ട്. എന്തിലേക്ക് ഇവിടുത്തെ? അതെ. നിങ്ങളെ ഏറ്റവും കൂടുതൽ പേരൻസ് വഴക്ക് പറയുന്ന എന്ത് കാര്യത്തിലാ? രണ്ടുപേരത്തിനാന്ന് തോന്നുന്നല്ലോ. ഏറ്റവും കൂടുതൽ ഇവളുടെ എല്ലാ കാര്യത്തിനും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നതും എന്റെ കാര്യത്തിന് ഇവിടെ സപ്പോർട്ട് നിൽക്കുന്നതും അതാണ് ഞങ്ങൾക്ക് കിട്ടാറുള്ള കോമൺ വഴക്ക്. അതാണ്. അല്ലാതെ കുഴപ്പമില്ല, അല്ലാതെ കുഴപ്പമില്ല. അല്ലാതെ അഡ്ജസ്റ്റ്. ഓക്കെ, നിങ്ങളെ വീട്ടുകാർക്ക് വേണ്ടി വാങ്ങിച്ച ഏറ്റവും എക്സ്പെൻസീവ് ആയ ഒരു സാധനം എന്താണ്? അടിപൊളി. എവിടെ? അതാണ് ഏറ്റവും ഇതിൽ കൂടുതൽ എക്സ്പെൻസീവ് എങ്ങനെ പറയാ? നല്ലൊരു സാധനം ഉണ്ടല്ലോ. പിന്നെ അല്ല, എന്നാലും നമ്മൾ ആദ്യം ചോദിച്ചൊരു കാര്യത്തിന് മറുപടി പറഞ്ഞില്ല. അബി എന്നാ കല്യാണം കഴിക്കുന്നേ? മറ്റേ അപ്പുറത്തെ വീട്ടിലെ മറ്റേ സൊസൈറ്റിയിലെ എടി ചോദിച്ചതാണ്. അങ്ങനെ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട്, വരനെ ആവശ്യമില്ല, സമയമാകുമ്പോഴത്തേക്കും സമയമാകുമ്പോഴത്തേക്ക് കയ്യിലുള്ള വരനെ അറിയിക്കാന്നാണ്. കയ്യിലുള്ള വരനെയോ ഇല്ലാത്ത വരനെയോ ഞാൻ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന വരനെയോ ഒക്കെ നമ്മൾ അറിയിക്കുന്നതായിരിക്കും.